ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രെത്ത് പറയുന്നൊരു വാചകമുണ്ട്. ഒരു നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ ആ നഗരത്തിൽ വൈകുന്നേരമാകും മുമ്പ് തന്നെ ഒരു കലാപം ഉണ്ടാവണം, അതല്ലെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പ് ആ നഗരം കത്തിച്ചാമ്പലാകണം. നമസ്കാരം. ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രെത്ത് മാത്രമല്ല, മഹാന്മാരിങ്ങനെ പല വിപരദോഷങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. 7 സുന്ദരികൾക്കില്ലാത്ത ഗുണം ഒരു ചായയ്ക്കുണ്ടെന്ന് പറഞ്ഞത് ബെർണാഡ് ഷായാണ്. എന്ന് കരുതി ഈ നാട്ടിലെ സുന്ദരിമാരൊക്കെ നാട് വിട്ടു പോകേണ്ടി വന്നു. ജന്തർ മന്ദറിലെ പാറ്റാ സമരം ഒടുവിൽ ഒരഗ്നിയായി ആളിക്കത്തുമെന്നും ആ തീയിൽ നഗരം കത്തിച്ചാമ്പലാകുമെന്നും പ്രതീക്ഷിച്ച് കൊതിയോടെ കാത്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ മിനുസ ശിരസ്കനായ അരുൺകുമാർ. ഏത് അരാജക സമരങ്ങൾക്കും ഇയാൾ കൈയടിച്ച് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കും. അത് ചുംബന സമരമായാലും ആർത്തവ ഫെസ്റ്റ് ആയാലും ബീഫ് ഫെസ്റ്റ് ആയാലും. അരാജകവാദികളായ സമരജീവികൾ എല്ലാ കാലത്തും എവിടെയുമുണ്ട്. അവരെയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും പിരികേറ്റി വിടുന്നതും മാധ്യമധർമ്മമല്ല. ഒരർത്ഥത്തിൽ CJP നടത്തിയ ഈ സമരം തെറ്റെന്ന് പറയാനില്ല. അവരുന്നയിച്ച ആവശ്യങ്ങൾ ചിലത് ന്യായവുമാണ്. അധികാരവർഗം കണ്ണു തുറന്ന് കാണേണ്ട ചിലതുണ്ട്. പക്ഷേ ആ സമരത്തിനൊടുവിൽ ഒരു കലാപം ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് അല്പം കടന്ന കൈയാണ് മിസ്റ്റർ പോക്സോ അരുൺ. വേണമെങ്കിൽ ഈ സമരത്തെ സർക്കാരിന് അടിച്ചമർത്താമായിരുന്നു. പകരം അവർ ചെയ്തത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. മുൻകൂട്ടി അനുവാദം വാങ്ങാതെ തന്നെ ഇത്രയും ആളുകൾ ഒത്തുകൂടിയിട്ടും രാവിലെ 10 മുതൽ 5 വരെ ധർണയിരിക്കാൻ പോലീസ് അനുമതി പത്രം നൽകുകയായിരുന്നു. സമരം സമാധാനപരമായിരിക്കുമെന്ന് ഭാരവാഹികൾ ഉറപ്പും നൽകി. ഒടുവിൽ തല്ലില്ലാതെ വഴക്കില്ലാതെ ആവേശം മാത്രം കാണിച്ച് കോക്രോച്ച് സമരം അവസാനിച്ചു. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ സമരത്തെ ആകാംക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. മലയാള മനോരമ ഈ വിഷയത്തിൽ ഇങ്ങനെ എഡിറ്റോറിയൽ തുടങ്ങിവെച്ചു: രാജ്യത്തെ യുവജനത ഇത്രമേൽ അസ്വസ്ഥരും അസംതൃപ്തരും നിരാശരുമായൊരു സാഹചര്യം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യക്കടലാസ് ചോർച്ചയും അധികാരത്തണലിൽ വിദ്യാഭ്യാസ മേഖലയെ ചൂഷണം ചെയ്യുന്ന ഗൂഢസംഘങ്ങളും യുവതയുടെ പ്രതീക്ഷകളിൽ നിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായി നീറ്റ് UG റദ്ദാക്കിയതിനു ശേഷം രാജ്യത്താകെ 6 കുട്ടികൾ ജീവനൊടുക്കിയെന്നത് അവരനുഭവിച്ച നിരാശയുടെ ആഴം ചൂണ്ടിക്കാണിക്കുന്നു. യുവാക്കൾ പാറ്റകളെ പോലെയാണെന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞിരുന്നു. ഈ വാക്കുകൾ ഏൽപ്പിച്ച അപമാനത്തിൽ നിന്നാണല്ലോ CJPയുടെ തുടക്കം. ദിവസങ്ങൾക്കുള്ളിൽ ആ ജനകീയ കൂട്ടായ്മ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അതിവേഗം വളരുന്നത് രാജ്യം വിസ്മയത്തോടെ കണ്ടു. അനീതി സ്ഥാപനവൽക്കരിക്കുന്ന നിലവിലെ വ്യവസ്ഥിതിക്കെതിരെ അഭിജിത്ത് ദീപ്കെ എന്ന യുവാവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച CJP രാജ്യമെമ്പാടുമുള്ള യുവാക്കൾക്കിടയിൽ സൃഷ്ടിച്ച ആവേശം ചെറുതല്ലതാനും. ഉച്ചയോടെ ആക്ടിവിസ്റ്റായ വാങ് ചുക് വേദിയിലെത്തി. സമരത്തിന് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. എന്തായാലും പോലീസ് ഹിറ്റടിക്കാതെ തന്നെ കോക്രോച്ചുകൾ നാനാ വഴിക്ക് പിരിഞ്ഞു. ഇതാണ് മരമുറി ചാനലിലെ അരുൺകുമാറിന് നിരാശയുണ്ടാക്കിയത്. സമരക്കാർക്ക് നേരെ വൻതോതിൽ സേനാ നടപടികൾ ഉണ്ടാകുമെന്നും അവർ ഡൽഹി നഗരം കത്തിക്കുമെന്നുമൊക്കെ ഈ പാവം വെറുതെ കരുതിപ്പോയി. എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മരമുറിക്കള്ളൻ്റെ ചാനലാണിത്. എല്ലാം കത്തിച്ചാമ്പലാകാൻ കൊതിച്ചിരിക്കുന്നു ഈ മനുഷ്യൻ. മാധ്യമപ്രവർത്തനം ദേശദ്രോഹമായി തീരുന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ചാനൽ. ഇതിൻ്റെ മുതലാളി വീരപ്പനെ വെല്ലുന്ന ഒരു മരമുറി കള്ളനാണ്. സർക്കാരുമായി ചേർന്ന് അയാൾ മെസ്സിയെ കൊണ്ടുവരാൻ പോയി. എത്ര കാലം അതിൻ്റെ പേരിൽ അയാൾ മാധ്യമപ്രവർത്തകരെയും കായിക പ്രേമികളെയും കബളിപ്പിച്ചു. കലൂർ സ്റ്റേഡിയം നവീകരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് എന്തൊക്കെ കാട്ടിക്കൂട്ടി. ഇത്രയും കാലം എന്തെല്ലാം ബിസിനസ്സുകൾ നടത്തി നാട്ടുകാരെ പറ്റിച്ചു. പിണറായി വിജയനെ വീണ്ടും കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ ചില്ലറ പണിയല്ല ഇവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ദേശദ്രോഹകരമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ചാനലിന് ലൈസൻസ് ഇല്ലെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഭൂലോക കള്ളനായ ഒരു മുതലാളി കോട്ടുമിട്ട് വന്ന് രാത്രിയിൽ ചർച്ചയോട് ചർച്ചയാണ്. ഇവന്മാർ മരം മുറിച്ച് കടത്തിയ കേസിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാൻ പോലും സർക്കാരിന് താല്പര്യമില്ലായിരുന്നു. മെസ്സിയെ കൊണ്ടുവരാൻ 135 കോടി കൊടുത്തെന്നും ഇനിയും വേണമെങ്കിൽ തരാം, പക്ഷേ ഇവിടെ വരാതെ വേറെ കളിക്കാൻ സമ്മതിക്കില്ല എന്നും ഇതിൻ്റെ മക്കുണം മുതലാളി പറയുന്നത് കേട്ട് മലയാളികൾ ചിരിച്ചു. മെസ്സിയുടെ അച്ഛൻ അഹങ്കാരിയാണെന്നുകൂടി ഇയാൾ പറഞ്ഞു. ഈ മരക്കള്ളൻ്റെ വാക്കുകൾ കേട്ട് മുൻ കായിക മന്ത്രി എത്ര തവണയാണ് കുട്ടികൾക്ക് വാക്ക് കൊടുത്തത്? മെസ്സി വരും, മെസ്സി വരും. ദേശദ്രോഹിയും അരാജകവാദിയും പോക്സോ കേസിലെ പ്രതിയുമായ മഹാശിരസ്കനായ ഈ അരുൺകുമാറിനെ നിലയ്ക്ക് നിർത്തേണ്ട കാലം എന്നേ കഴിഞ്ഞു. കലോത്സവ വേദിയിൽ കാലങ്ങളായി കുഞ്ഞുങ്ങൾക്ക് വിളമ്പുന്ന അരിയാഹാരത്തിൽ വരെ ഇയാൾ വർഗീയ വിഷം ചേർക്കാൻ തുടങ്ങി. ആ പാവം പഴയിടത്തെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ആളാക്കി മാറ്റി. അരുൺകുമാറിൻ്റെ യുവാക്കളോടുള്ള ഈ ആഹ്വാനം കേട്ടപ്പോൾ ഒരു പഴയ കഥയാണ് ഓർത്തുപോയത്. ഒരിക്കൽ CIT ഒരു ഹർത്താൽ നടത്തി.
അന്ന് അത്യാവശ്യത്തിന് പുറത്തിറങ്ങിയ സകല മനുഷ്യൻ്റെയും മൂക്കിടിച്ചു പരത്തി ഓട്ടോറിക്ഷയുടെ കാറ്റൂരി വിട്ടു CITUക്കാർ. ഒരുത്തനെയും റോഡിലിറങ്ങാൻ അനുവദിക്കരുതെന്ന് CITU നേതാവായ എളമരം കരീം ആഹ്വാനം ചെയ്തു. സമരക്കാരുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അനുഭവം ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ ചാനൽ ചർച്ചയിൽ വിവരിക്കുന്നതിനിടയിൽ ഒരു ഉദാഹരണം പറഞ്ഞു. എളമരം കരീം ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുമ്പോൾ പിടിച്ചിറക്കി മൂക്കിനിടിച്ചു തകർത്താൽ എങ്ങനെയിരിക്കും പ്രതികരണം? അത് കേട്ട CPMകാരും CITUക്കാരും ഇളകി മറിഞ്ഞു. അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു പാർട്ടി സെക്രട്ടറി. വിനുവിനെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും പ്രകടനം നയിച്ചുകൊണ്ട് CITUക്കാർ അങ്ങോട്ട് ചെന്നു. ഏതവനാടാ ഞങ്ങളുടെ എളമരം കരീമിൻ്റെ മൂക്കിനിടിക്കുന്നത് എന്നായി കോടിയേരിയുടെ ചോദ്യം. ഒരു ഉദാഹരണം പറഞ്ഞപ്പോഴേക്കും വിപ്ലവകാരികൾ അങ്ങ് ജ്വലിച്ചു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ അരുൺകുമാർ പറഞ്ഞത് അക്ഷന്തവ്യമായ ദേശദ്രോഹ കുറ്റം തന്നെയാണ്. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം ഓപ്പറേഷൻ തൂഫാനിലൂടെ ആഭ്യന്തര വകുപ്പ് നടത്തിയ മയക്കുമരുന്ന് വേട്ടയും കഞ്ചാവ് വേട്ടയും ഈ അരുൺകുമാർ അത്രയ്ക്ക് കണ്ട ലക്ഷണമില്ല. സമൂഹത്തിൽ എങ്ങനെയും അരാജകത്വം ഉണ്ടായിക്കാണുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇവരുടെ മാധ്യമ പ്രവർത്തനത്തിന് പിന്നിലുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കാത്ത നാടുകളെല്ലാം മുടിയണമെന്നാണ് ഇയാളുടെ ചിന്ത. അവർ ഭരണത്തിലേറിയാൽ പിന്നെ ഈ നാട് സ്വർഗലോകവുമാണ്. പിണറായി വിജയനെ ജനം ആട്ടിയിറക്കി UDF സർക്കാരിനെ അധികാരത്തിലെത്തിച്ചതോടെ ഈ ചാനലിൻ്റെ മുതലാളിക്കും മഹാശിരസ്കനും മാധുവിനുമൊക്കെ ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച പോലെയാണ്. മരക്കൊള്ളക്കേസിൽ ഏത് നിമിഷമാണ് മുതലാളി അകത്ത് പോകുന്നത് എന്ന ഭയം. കിറ്റക്സിൻ്റെ ജട്ടി മുതലാളി കൊടുത്ത കേസ് വേറെയുണ്ട്. ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുക്കുന്നതിൽ നിന്നും മുഴുവൻ മാധ്യമങ്ങളെയും വിലക്കണമെന്ന് പറഞ്ഞ് കേരളത്തിലെ 18ഓളം മാധ്യമങ്ങൾക്കെതിരെ ഇവന്മാർ ബാംഗ്ലൂർ കോടതിയിൽ പോയി ഒരു കള്ളക്കേസ് കൊടുത്തു. എതിർകക്ഷിയായി ഏഷ്യാനെറ്റ് ഹാജരായി വാദം പറഞ്ഞപ്പോൾ തന്നെ കോടതി കേസെടുത്ത് തോട്ടിലെറിഞ്ഞു. ഇസ്രയേൽ ഇറാനിൽ മിസൈൽ ഇട്ടപ്പോൾ തന്നെ ഇന്ത്യയുടെ വ്യോമയാന മന്ത്രാലയത്തോട് ഒരു വാക്ക് ചോദിക്കാതെ സകല എയർപോർട്ടുകളും അടച്ചുപൂട്ടിയവരാണ് ഈ മരം മുറിക്കാർ. യുദ്ധത്തെ അതിഭീകരമായി പർവ്വതീകരിച്ച് കാണിച്ച് ഇവർ ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കി. രാജ്യത്ത് ഇന്ധനവില കൂടുമ്പോഴൊക്കെ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് നെടുവീർപ്പിടാതെ നാട് കത്തിക്കണം എന്ന തരത്തിലാണ് ഇയാളുടെ ആഹ്വാനം. സത്യത്തിൽ നീതിയും ധാർമ്മിക രോഷവും ഉയർത്തിയാണ് CJP പ്രകടനത്തിന് ഇറങ്ങിയതെങ്കിലും ആ സമരത്തിൽ പങ്കെടുത്ത ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. വേഷത്തിലും പെരുമാറ്റത്തിലും അഘോരി സന്യാസിമാരെ പോലെ ലജ്ജിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരിൽ നല്ലൊരു പങ്കും വന്നത്. അരാജകത്വത്തെ ആഘോഷമാക്കുന്ന കുറേ മനുഷ്യർ. ഇതിനിടയിൽ ഉമർ ഖാലിദിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൊരു മുദ്രാവാക്യവും മുഴങ്ങി. അതിനെ ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകരോട് ഒരു അങ്കിൾ ചോദിച്ചത് കേട്ടില്ലേ, ഉമർ ഖാലിദ് നിന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ നിഷ്കളങ്കമെന്ന് കരുതുന്ന ഈ സമരത്തിനിടയിൽ നുഴഞ്ഞു കയറുന്നത് ആരൊക്കെയാണ്? മലയാളം മാധ്യമപ്രവർത്തനം ഇത്രയേറെ അരാജക പ്രവണതയിലേക്കും അവതാരകരുടെ അലറിവിളിയിലേക്കും ഉന്മാദത്തിൻ്റെയും വിഭ്രാന്തിയുടെയും പക്ഷം പിടിക്കലിൻ്റെയും ചുഴിയിലും അകപ്പെട്ട ഒരു പടുകാലം വേറെ ഉണ്ടായിട്ടില്ല. നാട്ടിലെ യുവാക്കളെ അക്രമത്തിലേക്കും വിധ്വംസക പ്രവർത്തനത്തിലേക്കും തള്ളിവിടാൻ ആഹ്വാനം ചെയ്ത അരുൺകുമാറിനെതിരെ മുംബൈ പോലീസിന് പരാതി ലഭിച്ചതായാണ് അറിവ്. മറന്നു തുള്ളിയാൽ മറിഞ്ഞു വീഴുവെന്ന പാഠം മരമുറിക്കള്ളനും ഈ മഹാശിരസ്കനും ഓർക്കുന്നത് നല്ലതാണ്.